ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഈ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനവട്ട വിശകലനവും കഴിഞ്ഞ് വിജയിക്കുമെന്ന കടുത്ത ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ 3 സ്ഥാനാർത്ഥികളും. നേതാക്കളെ പോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പ്രവർത്തകർക്കും ഈ അവസരത്തിൽ ചിലതുണ്ട് പറയാൻ. രണ്ടായിരത്തി 19 തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ഇത്തവണയും ആവർത്തിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ സിറ്റിംഗ് MP ആയ VK ശ്രീകണ്ഠനും കോൺഗ്രസിന്റെ പ്രവർത്തകരും. എന്തുകൊണ്ട് അത്ര വലിയൊരു ആത്മവിശ്വാസം? എന്തുകൊണ്ട് ആത്മവിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പാലക്കാടിലെ VK ശ്രീകണ്ഠൻ്റെ 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പെടുമെന്ന് പറഞ്ഞാണ്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളെയും ചാനലുകളെല്ലാം മറികടന്നുകൊണ്ട് ഏതാണ്ട് 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ വന്നു. ഒരു തർക്കവും വേണ്ട, ഏതാണ്ട് 25,000 വോട്ടിന് താഴെ ശ്രീകണ്ഠൻ വിജയിച്ചിരിക്കും. ഇല്ല, തീർച്ചയായിട്ടും പേടിയില്ല. കാരണം പട്ടാമ്പിയിലായാലും ശരി, മണ്ണാർക്കാടായാലും ശരി, കോൺഗ്രസിന് അനുകൂലമായി UDFന് അനുകൂലമായിരിക്കുന്ന വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ബൂത്ത് തല കണക്കുകൾ ഞങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു മെജോറിറ്റിയിൽ VK ശ്രീകണ്ഠൻ ലോക്സഭയിലേക്ക് എത്തും. പട്ടാമ്പിയിൽ ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ പട്ടാമ്പിയിലെ UDFൻ്റെ പഞ്ചായത്തുകളിലെല്ലാം നല്ല പോളിംഗ് ശതമാനമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1,10,000 വോട്ടിന് ബാക്കിലായിരുന്നു. അത് മറികടന്ന് പിന്നെയാണ് 10,000 വോട്ടുകളിലേക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. 30,000 വോട്ട് ഭൂരിപക്ഷത്തിന് VK ശ്രീകണ്ഠൻ. ഉറപ്പല്ല, അതിലൊരു സംശയം വേണ്ട. പാലക്കാട് ശ്രീകണ്ഠൻ എന്തായാലും വൻ ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹി പാർലമെൻറ്റിൽ ഉണ്ടാവും. കണക്കുകളൊക്കെ അതൊരു ചായക്കണക്കല്ലേ വരില്ലേ? അവർ DC ഓഫീസിൽ ഒരു ചായക്കണക്ക് ഉണ്ടാക്കിയിട്ട് തട്ടിക്കൂട്ടുണ്ടാക്കിയതാണ്. ലഡുവും പടക്കമൊക്കെ ഏൽപ്പിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഉറപ്പായും നാളെ പടക്കം പൊട്ടിക്കും, ലഡു വിതരണം ചെയ്യും. CPMനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നടക്കുന്നത് അഭിമാന പോരാട്ടമാണ്. 2019 നഷ്ടമായ പാലക്കാട് സീറ്റ് ഇത്തവണ PB അംഗമായ A വിജയരാഘവനിലൂടെ CPMന് കയ്യിലൊതുക്കിയേ മതിയാവും. എല്ലാ കണക്കൂട്ടലുകളും കഴിഞ്ഞ് CPMന്റെ ചില പ്രവർത്തകർ ഇവിടെയുണ്ട്. എന്താണ് ഇത്തവണ പാലക്കാട് ഇടതിനൊപ്പം നിൽക്കുമോ? ഇത്തവണ A വിജയരാഘവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും. എന്തിൻ്റെ ഒരു വിലയിരുത്തൽ അത്? അല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട തന്നെയാണ് പാലക്കാട്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നതിൻ്റെ ഒരു ധാരണയിലാണ് കേരളത്തെ ജനങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിച്ചത്. ഇന്ന് ആ ഫാക്ടർ ഇല്ല. ഇന്ന് ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും 5ഉം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതിൽ തന്നെ നല്ല ഭൂരിപക്ഷം എല്ലാ മണ്ഡലങ്ങളിലും തന്നെ ഉണ്ടാകുന്ന സ്ഥിതി. A വിജയരാഘവന് നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും. ഉണ്ടാവും ഭൂരിപക്ഷം ഒരു 80,000-ന്റെ മുകളിൽ എന്തായാലും കിട്ടും, ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടുള്ളത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിൻ്റെ പേര് തന്നെ നോക്കിക്കോളൂ, തുടങ്ങുന്നത് വിജയൻ എന്നാണ്, വിജയരാഘവൻ എന്നാണ്. ആ വിജയം ആവർത്തിച്ച് ഞങ്ങൾ എന്തായാലും പാലക്കാട് വിജയിക്കുക തന്നെ ചെയ്യും. പാലക്കാട് പക്ഷേ പോളിംഗ് കുറഞ്ഞിട്ടില്ല, അതിൽ വലിയ ടെൻഷനുണ്ട്. സംഘടന മികവെച്ച് ഞങ്ങൾ അതെല്ലാം വോട്ടാക്കി മാറ്റാനുള്ള രീതി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷുവർ വോട്ട് ലിസ്റ്റെല്ലാം എടുത്തുകൊണ്ട് എല്ലാം വോട്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. 100% വിജയരാഘവൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ യുവാക്കളുടെ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ബോധം ഇപ്പോഴത്തെ യുവ തലമുറയ്ക്കുണ്ട്. വിജയിക്കില്ല 100%. കഴിഞ്ഞ ഒരു പ്രവൃത്തി വെച്ച് നോക്കുകയാണെങ്കിൽ അതന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. CPM പ്രവർത്തകരുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് 50,000 വോട്ട് മുതൽ 80,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷത്തോടുകൂടി A വിജയരാഘവൻ പാലക്കാട് നേടുമെന്നാണ്. BJPയും ഇത്തവണ പാലക്കാട് മികച്ച പോരാട്ടമാണ് നടത്തിയത്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് C കൃഷ്ണകുമാർ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത്. ഇത്തവണ എങ്ങനെയെങ്കിലും ആ വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മണ്ഡലം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് BJP നേതൃത്വത്തിന് കണക്കൂട്ടൽ. എനിക്കൊപ്പം ഇപ്പോൾ BJPയുടെ ചില പ്രവർത്തകർ കൂടി ചേരുന്നുണ്ട്. മണ്ഡലം BJP നേടും? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം പാലക്കാട് ജില്ലയിൽ എത്തണമെങ്കിൽ ശ്രീ കൃഷ്ണകുമാരേട്ടൻ വിജയിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ വരണമെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മോനെ ഒരു വീൽ ചെയർ നൽകിയിട്ടുണ്ട്. നല്ലതല്ല, എന്ത് ചെയ്താലും പെട്ടെന്ന് ഓടി വന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. BJPൻ്റെ ഭൂരിപക്ഷം എത്ര ഉണ്ടാവും? ഭൂരിപക്ഷം ഒരു 10ൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ. കാരണം 1.5 ലക്ഷമൊക്കെ MP രാജേഷ് പിടിച്ച മണ്ഡലമാണ്. പ്രവർത്തനത്തിൽ BJP സ്ട്രോങ് ആണ്. കേരളത്തിൽ തന്നെ BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ് പാലക്കാട്. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. വലിയ ഭൂരിപക്ഷമാണെങ്കിലും BJP മണ്ഡലം ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. എക്സിറ്റ് പോളിലൊക്കെ വിശ്വസിക്കുന്നത്
അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മനോരമയുടെ എക്സിക്യൂട്ടീവുകൾ പറയാൻ പറ്റില്ലല്ലോ, ഒക്കെ ചാനലുകൾ നമുക്കെതിരായി. ഇതാണ് BJP പ്രവർത്തകരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും എല്ലാം അവകാശവാദങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആയുസുള്ളത്. നാളെ രാവിലെ 8 മണിക്ക് പാലക്കാട്ടെ വോട്ടുകൾ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ എണ്ണിത്തുടങ്ങും. അറിയാം പാലക്കാട് ആര് വീഴും ആര് വാഴുമെന്ന്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.